തൃശ്ശൂരിൽ കലോത്സവം നടക്കുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു പേരാണ് വൈലോപ്പള്ളി ശ്രീധരമേനോനുള്ളത്. ഈ കലോത്സവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സര ഇനം കൂടിയാണ് കാവ്യകേളി. ഈ കാവ്യകേളി എന്ന് പറയുന്ന മത്സര ഇനം കൊണ്ടുവന്നത് തന്നെ മലയാള പദ്യശാഖ അത് അന്യം നിന്ന് പോകരുത് എന്ന വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ആവശ്യപ്രകാരമാണ്. ഈ അക്ഷരശ്ലോക മത്സരം നടക്കുമ്പോൾ കാവ്യകേളി കൂടി വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. ഏതായാലും കാവ്യകേളി മത്സരത്തിൽ പങ്കെടുത്ത ഒരു മിടുക്കി എനിക്കൊപ്പമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് ഋതുപർണ. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ കോഴിക്കോട് ജാമോരൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഈ അക്ഷരം വെച്ച് പാടുന്നതാണല്ലോ അല്ലേ? കവിതയിൽ 5ാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വെച്ച് പാടുന്നതാണല്ലോ അല്ലേ? അതെ. ഈ അക്ഷരം റ് വന്ന എന്ത് പാടും? റ് വന്ന സാധാരണ അക്ഷരം മാറ്റി തരാണ് ചെയ്യാറ്. റ് അങ്ങനെ കുറച്ച് അക്ഷരങ്ങൾ മാറ്റി തരും. റ് അഥവാ വരികയാണെങ്കിൽ ചൊല്ലാം. അറിയാം അല്ലേ? സ്റ്റോക്ക് ഉണ്ട്. ഒരു റ് പാടി നോക്കിയേ. ഋതുക്കൾ മുഴുക്കെ ചുവക്കും സ്മിതങ്ങൾ, മനങ്ങൾ കണക്കെ ചുവക്കും മണങ്ങൾ, വരും കാലമായി പിറക്കും പിറാക്കൾ, മനസ്സിൻ്റെ വീർപ്പിൽ തിളങ്ങുന്ന കൺകൾ. ഓക്കെ, കുഴപ്പമില്ല, മതി. ഓക്കെ, എത്ര വരി പാടണം? 8 വരി പാടണം എന്നാണ് അല്ലേ? അപ്പം ഞാനൊരു 8 വരി പാടിത്തന്ന അതിൽ 5ാമത്തെ വരി വെച്ച് പാടാൻ പറ്റും. ഏത് പാടിയാലും പാടാൻ പറ്റും അല്ലേ? അപ്പോൾ നോക്കാം, ഒരു ചെറിയ മത്സരം. ഓക്കെ, അപ്പോൾ എനിക്കറിയാവുന്ന താളത്തിലാവട്ടെ ഞാൻ പാടാം. ഓക്കെ, കുമാരനാശാൻ്റെ കരുണയിലെ ഒരു 8 വരി പാടാം. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യ ജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ, ഉത്തര മധുരാപുരിക്കുത്തരോപാന്ധത്തിലുള്ള വിസ്തൃത രാജവീഥിതൻ കിഴക്കരികിൽ, കാളിമ കാളും നഭസ്സേയും വയ്ക്കും വെൺമനോജ്ഞ മാളികയൊന്നിൻ്റെ തെക്കേ മലർമുറ്റത്ത്. 8 വരിയായോ? ഏതാ വരിക അക്ഷരം? കായാ വരാം. കരകളോടന്ത്യമൊഴികൾ മൂളിയ പുഴ തൻ ഭംഗിയും നീങ്ങി, വരണ്ട നാവുപോൽ ജലം കൊതിച്ചൊരാ വഴി പുഴയോടിണങ്ങി, ഇരുഭാഗത്തിലായി പകുത്തു പിന്നിയ ചീക്കുരം മാതിരി പാടം, ആദിൻ കരയിലായി മൂക്കുള പാണി പോൽ കടത്തുകാരൻ്റെ മാടം. അക്ഷരം ഈ ആണോ? നമ്മൾ ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ ഒരു മധുരമാമൊരു കൂവൽ മാത്രം മതി, ഇനിയും ഉണ്ടാകുമെന്നതിൻ ഇവിടെയുണ്ടായിരുന്നുവെന്നതിൻ ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി, ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി, ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ. ഏതാക്ഷരം വരെ? ഇന്നലെ കണ്ടു ഞാൻ തൻ മുറ്റത്തു മിന്നൽ പിണർ പോലെ നിൽക്കുമെന്നമ്മയെ, പട്ടിണിപ്പാടങ്ങൾ കൊയ്യുവാൻ നോവുകൾ ചുട്ടു തിന്നെന്നും ഇറങ്ങിയോരമ്മയെ, നിത്യദുഃഖങ്ങൾ ഉറഞ്ഞ ശിലയ്ക്കുമേൽ കൊയ്ത്തരി വാഴ്ച. ഒന്നുകൂടി ചൊല്ലട്ടെ. ഇന്നലെ കണ്ടു ഞാൻ തൻ മുറ്റത്തു മിന്നൽ പിണർ പോലെ നിൽക്കുമെന്നമ്മയെ, പട്ടിണിപ്പാടങ്ങൾ കൊയ്യുവാൻ നോവുകൾ ചുട്ടു തിന്നെന്നും ഇറങ്ങിയോരമ്മയെ, നിത്യദുഃഖങ്ങൾ ഉറഞ്ഞ ശിലയ്ക്കുമേൽ കൊയ്ത്തരി വാൾ മൂർച്ച കൂട്ടിയോരമ്മയെ, ഭഗ്നമോഹങ്ങൾ തൻ പട്ടടയ്ക്കുള്ളിൽ നിന്നഗ്നിച്ചിറകിൽ ഉയർത്തോരെന്നമ്മയെ. ഒരു അക്ഷരത്തിൽ എത്ര കവിതകൾ പഠിച്ചു നോക്കും? മിനിമം 5 എണ്ണെങ്കിലും. മിനിമം 5 എണ്ണം പഠിച്ചു നോക്കും. ഏറ്റവും കുറവ് പഠിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ടഫസ്റ്റ് റ് അല്ലാതെ മറ്റക്ഷരമുണ്ടോ? റ് പോലത്തെ കുറേ അക്ഷരങ്ങളുണ്ട്, പക്ഷേ സാധാരണ കുറവ് പഠിക്കാറ് ഷായും ഹായൊക്കെ കുറച്ച് പഠിച്ചാൽ. അത് കുറച്ചേ വരാറുള്ളൂ അല്ലേ? അങ്ങനെയാണ് എല്ലാവരും കുറച്ചേ പഠിക്കാറുള്ളൂ, കുറച്ച് പേരാ. അപ്പോൾ ഇത് ആരാണ് ഇങ്ങനെ കാവ്യകടിയിലേക്കൊക്കെ കവിതയിലേക്കൊക്കെ കൊണ്ടുവന്നത്? ആരാ? കവിത അച്ഛൻ കൊണ്ടുവന്നതാണ്, പക്ഷെ കാവ്യകളി പഠിപ്പിക്കുന്നത് സരസമ്മ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ള ഒരു ടീച്ചറാണ്. എല്ലാവിധ ആശംസകളും. ഓക്കെ.